ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എയർ സ്റ്റാൻഡേർഡ് ഡീസൽ സൈക്കിൾ ആണ്. അപ്പൊ അതിന്റെ ഡയഗ്രാം എല്ലാവരും ഇന്നലെ വരച്ചത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നു. അറ്റൻഡൻസ് പറയണ്ട, ഞാൻ പറയുമ്പോൾ പറഞ്ഞാൽ മതി. എല്ലാവരുടെ കയ്യിലും അതിന്റെ ഡയഗ്രാം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലെ? ഉണ്ടല്ലോ. ഡയഗ്രാം വരയ്ക്കാത്ത ആൾക്കാരുണ്ടോ? ഇനി ഡയഗ്രാം വരയ്ക്കാത്ത ആൾക്കാരില്ലല്ലോ, ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ സാധാരണ പറയാറുള്ള മാതിരി ഒരു എഞ്ചിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു എഞ്ചിൻ സിലിണ്ടർ ആണത്. സിലിണ്ടറിന്റെ ഉള്ളൊരു പിസ്റ്റൺ ഉണ്ട്, ഒരു റെസിപ്രോക്കേറ്റിംഗ് പിസ്റ്റൺ ഉണ്ട്, ഒരു കണക്ടിംഗ് റോഡാണിത്. അതുപോലെ പിസ്റ്റൺ മുകളിലേക്ക് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അറിയാം, അല്ലെ? അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 1 to 2 നമ്മൾ സാധാരണ പറയാറുള്ള പോലെ തന്നെ, അതായത് നമ്മുടെ ഓട്ടോ സൈക്കിൾ പോലെ തന്നെ അഡിയാബാറ്റിക് കംപ്രഷൻ ആണ് 1 to 2 നമുക്ക് കാണാൻ പറ്റുക. അഡിയാബാറ്റിക് കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫറോ മാസ് ട്രാൻസ്ഫറോ ഇല്ല, പക്ഷെ നമുക്ക് വർക്ക് ട്രാൻസ്ഫർ ഉണ്ട്. എന്താണ് ഇവിടുത്തെ വർക്ക് ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന കംപ്രഷൻ ആണ് ഇവിടുത്തെ വർക്ക്. ആ എയറിനെ കംപ്രസ് ചെയ്യാനുള്ള ആ ഒരു വർക്കാണ് നമ്മളിവിടെ വർക്കായിട്ട് കണക്കാക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എയർ ഓൺലി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കംപ്രഷൻ ഉപയോഗിക്കുന്നത് എയർ ഓൺലി ആണ്. എയർ മാത്രമാണ് നമ്മളിവിടെ കംപ്രഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എയർ പ്ലസ് ഫ്യൂവൽ ആയിട്ടുള്ള ആ ഒരു മിക്സ്ചർ അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എയർ മാത്രമേ ഉള്ളൂ. സോ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പിസ്റ്റൺ അല്ലെങ്കിൽ സിലിണ്ടറിനകത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് എയർ മാത്രമാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എയർ മാത്രമായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. നമ്മൾ ഡീസൽ എന്ന് പറയുന്ന ഫ്യൂവലിന് കമ്പാരിറ്റീവ്ലി കലോറിഫിക് വാല്യൂ ഇത്തിരി കുറവാണ്. അതിന് കത്താനുള്ള ടെൻഡൻസി അല്പം കുറവാണ്. അപ്പൊ നമ്മൾ സാധാരണ ഇഗ്നിഷൻ വഴി നമ്മളെ പെട്രോൾ ഓട്ടോ സൈക്കിളിൽ ചെയ്യണ പോലെ കംപ്രഷൻ ചെയ്തിട്ട് അതിലേക്ക് എയർ ഫ്യൂൽ മിക്സർ ചെയ്തിട്ട് കംപ്രഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കത്തണമെന്ന് നിർബന്ധമില്ല. കാരണം അതിന് എയർ ഫ്യൂൽ റേഷ്യോ എയർ ഫ്യൂൽ മിക്സർ കൊടുത്താലും ഡീസൽ ആണെങ്കിൽ അതിന് കത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ ഒരു സാധ്യത കണക്കിലെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ കൂടുതലും ഈ എയർ വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ എയർ വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിച്ചിട്ട് ഇതിന്റെ കമ്പഷൻ നടക്കണമെന്ന് നോക്കാം. ഓക്കെ, കമ്പഷൻ നടക്കാൻ നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി ഇപ്പൊ ആദ്യത്തെ ഈ 1 to 2 നമ്മൾ നേരത്തെ പറഞ്ഞു, 1 to 2 നമുക്ക് ഇവിടെ അഡിയാബാറ്റിക് കംപ്രഷൻ ആണ്. നമുക്ക് പറഞ്ഞു ആ കംപ്രഷൻ ചെയ്യുന്ന എയർ മാത്രമാണ് കേട്ടോ. എയർ മാത്രമേ ഇതിനുള്ളുള്ളൂ. ഓക്കെ, ഇനി കംപ്രഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡീസൽ ഇതിന്റെ അകത്തേക്ക് സ്പ്രേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഇവിടെ ഡീസൽ സ്പ്രേ ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു സ്പാർക്ക് ഇവിടെ കൊടുക്കുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, ഡീസൽ എഞ്ചിനിൽ നമ്മളിവിടെ സ്പാർക്ക് അപ്ലൈ ചെയ്യുന്നതില്ല, പകരം കംപ്രസർ ആയിട്ടുള്ള എയറിലേക്ക് ഡീസൽ സ്പ്രേ ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് 1 to 2 കംപ്രഷൻ ആണ്. കംപ്രഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഈ 2 to 3 എന്ന് പറഞ്ഞ സ്റ്റേജിന്റെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഡീസൽ നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഡീസൽ എന്തിനാണ് സ്പ്രേ ചെയ്യണം നോക്കാം. ഡീസൽ സ്പ്രേ ചെയ്തോണ്ടാണ് നമുക്ക് കംപ്രഷൻ കിട്ടുന്നതാണ് പറയണത്. അത് എന്തുകൊണ്ടാന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഡീസൽ നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി ഡീസൽ വെച്ചേക്കുക, ഇതിൽ നമ്മളൊരു തീപ്പെട്ടിക്കൊള്ളി വരച്ചിട്ട് ജസ്റ്റ് ഒരു സ്പാർക്ക് ഇതിനുള്ളിൽ കൊടുത്തുന്നിരിക്കാം. ആ സ്പാർക്ക് ഇതിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കത്തണം നിർബന്ധമില്ല. സാധാരണ കത്താറില്ല. കാരണം ചില അതിന്റെ കലോറി വാല്യൂ കുറവാണ്. അത് കമ്പാരിറ്റീവ്ലി വോളറ്റൈൽ എന്നുള്ള ഒരു പ്രോപ്പർട്ടി അതിന് കുറവാണ് ഡീസല്. നമ്മൾ ഡീസൽ കുറച്ച് തുറന്നു വെച്ചാലും അത് ആവിയായിട്ട് പോവില്ല. പക്ഷെ പെട്രോൾ അങ്ങനെയല്ല. പെട്രോൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വോളറ്റൈൽ ആണ്. ആ വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വേപ്പറൈസ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഡീസലിന് കമ്പാരിറ്റീവ്ലി എന്താ പറയുക, കുറച്ച് ഒരു പെട്രോളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫ്ലെയിമബിലിറ്റി ഇത്തിരി കുറവാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഫ്ലെയിമബിലിറ്റി കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്യൂവലിലേക്ക്, ഇത്രയും എമൗണ്ട് ഫ്യൂവലിലേക്ക് മാക്സിമം ഹീറ്റ് കൊടുക്കുക എന്നുള്ള ഒരു വഴി മാത്രം നമുക്ക് ഫ്ലെയിമബിലിറ്റി ഉള്ളൂ. അതായത് മര്യാദയ്ക്ക് കത്താത്തവനെ നമ്മൾ ബലം പിടിച്ച് കത്തിക്കുക. മര്യാദയ്ക്ക് കത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ കത്തുന്നില്ല അവൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഫോഴ്സ് ചെയ്തിട്ട് അവനെ കത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ സാധാരണ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫ്യൂവലുകളെ ഫോഴ്സ് ചെയ്ത് കത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ ഈ ഇരിക്കുന്ന എമൗണ്ട് ഓഫ് ഫ്യൂവലിനെ നമ്മൾ ഒരു സ്പ്രേയർ ഉപയോഗിച്ചിട്ട് വളരെ ചെറിയ 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 ഡ്രോപ്ലെറ്റ്സ് ആക്കും. നേരത്തെ പറഞ്ഞ ഇതേ ഒരു സാധനം തന്നെ കേട്ടോ. ഇതേ ഒരു പാത്രത്തിൽ നിന്ന് ഞാൻ വേണമെങ്കിൽ ഒരു ട്യൂബ് എടുക്കാം.
ട്യൂബ് എടുത്തിട്ട് ഒരു സ്പ്രേയിലേക്ക് കൊടുത്തു. ഓക്കെ, ആ സ്പ്രേ എന്ന് വളരെ സ്മോൾ ആയിട്ടുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് ഇതിനെ സ്പ്രേ ചെയ്യും. അപ്പൊ ഈ പാർട്ടിക്കിൾസ് ആയിട്ട് സ്പ്രേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ലിക്വിഡ് ആയിട്ട് ഇരിക്കുന്ന സാധനത്തിനെ ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റി കഴിഞ്ഞാൽ അതിന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ആവും. അറിയാവോ? ഈ ഒരു കാര്യം അറിയാവോ? നമ്മൾ ലിക്വിഡ് ആയിട്ട് നിന്ന ഈ സാധനത്തിന് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് അതിനെ ചെറിയ ചെറിയ സ്മോൾ പാർട്ടിക്കിൾസ് ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വേറൊരു വേർഡാണ് ആറ്റമൈസിങ്. ആറ്റമൈസിങ് ആറ്റമൈസിങ് എന്ന് പറയും. ഓക്കെ, ഈ ആറ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിന് എന്ത് വ്യത്യാസമാണ് വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പാത്രത്തിൽ നിന്ന സാധനത്തിന് നമ്മൾ സർഫസ് ഏരിയ കൂട്ടാനായിട്ട് ആറ്റമൈസ് ചെയ്തു, കുറെ ആറ്റംസ് ആക്കി മാറ്റി, കുറെ പാർട്ടിക്കിൾസ് ആക്കി മാറ്റി. അപ്പൊ ഈ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രേ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പാർട്ടിക്കിൾസ് ആക്കി മാറ്റി നമ്മൾ പറഞ്ഞു, നേരത്തെ നമ്മൾ കൊടുത്ത സ്പാർക്ക് നമ്മൾ ഇവിടെ ജസ്റ്റ് കൊടുക്കുമ്പോഴേക്കും ഇതിന് എല്ലാ സൈഡിൽ നിന്നും ഹീറ്റ് കിട്ടുകയാണ്. ഐ മീൻ ഈച്ച് ആറ്റം വൈസ് അല്ലെങ്കിൽ ഈച്ച് പാർട്ടിക്കിൾ വൈസ് നമ്മൾ ഹീറ്റ് റിസീവ് ചെയ്യണം ഈ ഒരു എമൗണ്ട് ഓഫ് ഫ്യൂവൽ ചെയ്യാം. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ നോർമലി ലിക്വിഡ് ഷേപ്പിൽ ഇരുന്ന സാധനത്തിന് നമ്മൾ പാർട്ടിക്കിൾസിലേക്ക് ആക്കിയിട്ട് സ്പ്രേ ചെയ്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തെങ്കിൽ അവിടെ നമ്മൾ സ്പാർക്ക് കൊടുക്കുമ്പോൾ ആ ഓരോ പാർട്ടിക്കിളും ഇൻഡിവിജ്വലി അതിനെ ഹീറ്റ് റിസീവ് ചെയ്യും. നേരത്തെ ലിക്വിഡ് ആയിട്ട് ഇരുന്നപ്പോൾ അതിന്റെ സർഫസിൽ മാത്രമേ ഹീറ്റ് റിസീവ് ചെയ്തിരുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ പാർട്ടിക്കിൾസ് ആക്കിയപ്പോൾ ഓരോ പാർട്ടിക്കൽ വൈസ് അത് ഹീറ്റ് റിസീവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചു. അതുകൊണ്ട് തന്നെ അതിന് ഇനഫ് ആയിട്ടുള്ള എനർജി കിട്ടുകയും അത് ബേൺ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിൽ എന്തുണ്ടാവും? നമുക്കൊരു ബേണിങ് അല്ലെങ്കിൽ ഒരു കമ്പഷൻ ആണ് അവിടെ നടക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു ഡീസൽ സൈക്കിളിൽ നടക്കുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ നമ്മൾ കംപ്രസ് ചെയ്തിരിക്കുന്ന എയർ ഫ്യൂൽ മിക്സ്ചറിലേക്ക് സ്പാർക്ക് കൊടുത്തിട്ടാണ് കത്തിച്ചതെങ്കിൽ ഡീസൽ എഞ്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസ്ഡ് എയറിലേക്ക് ഡീസൽ സ്പ്രേ ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു ഇഗ്നിഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ഒരു കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സ്പാർക്ക് പ്ലഗ് ഇല്ല. അപ്പൊ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കുക, ഡീസൽ സൈക്കിൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നോ സ്പാർക്ക് പ്ലഗ്, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ടല്ല ഇവിടെ ആ ഒരു സംഭവത്തിനെ ബേൺ ചെയ്യുന്നത്. കംപ്രസഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഹീറ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു എയറിലേക്ക് ഡീസൽ സ്പ്രേ ചെയ്യുന്നതോടുകൂടി ഡീസൽ പാർട്ടിക്കിൾസിലേക്ക് ഇനഫ് ആയിട്ടുള്ള ഹീറ്റ് റിസീവ് ആവുകയും അത് ബേണിങ് തുടങ്ങുകയും ചെയ്യും. അങ്ങനെയാണ് ഇവിടെ കമ്പഷൻ നടക്കുന്നത്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാട്ടാ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടോ? കമ്പഷൻ ഇവിടെ ഫോം ഇതൊരു ഈ പറഞ്ഞ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. അപ്പൊ നമ്മൾ എയർ കംപ്രസ് ചെയ്തിട്ട് അതിലേക്ക് ഡീസൽ സ്പ്രേ ചെയ്യുന്നു. അതാണ് ഇതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ടൈപ്പ് സൈക്കിളിൽ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി. സൈക്കിൾ മീൻസ് ഈ ഒരു എഞ്ചിന്റെ വർക്കിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ എല്ലാവരോടും? ഓക്കെ ആണോ? ഓക്കെ, ശരി. അപ്പൊ നമ്മൾ പറഞ്ഞു, അപ്പൊ ഈ ഒരു ഡീസൽ സ്പ്രേ ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് 2 to 3 ഇടയിലാണ്. 2 to 3 ഇടയിലാണ്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഓട്ടോ സൈക്കിളായിട്ട് ഈ ഡീസൽ സൈക്കിൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് അല്ല, പകരം കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ്. അതിന്റെ കാരണം എന്താണ്? അപ്പൊ നമ്മൾ ജസ്റ്റ് അതിന്റെ പ്രീവിയസ് സ്ലൈഡിലേക്ക് ഒന്ന് പോവാണ്. നമ്മൾ പറഞ്ഞു ഓട്ടോ സൈക്കിൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇതേപോലെ കംപ്രസ് ചെയ്തിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് വോളിയത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തത്? ഹീറ്റ് ആഡ് ചെയ്തിരുന്നത് അല്ലെ? ഹീറ്റ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്പാർക്ക് പ്ലഗ് കൊടുത്തിരുന്നത്. പക്ഷെ ഇവിടെ ഒറ്റയടിക്ക് നമ്മൾ ഈ ഒരു കോൺസ്റ്റന്റ് വോളിയം ആക്കി നിർത്തിയിട്ട് അതിലേക്ക് ഡീസൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കത്തില്ല. അപ്പോഴും നമുക്കൊരു ചാൻസ് കുറവാണ്, കത്താനുള്ള സാധ്യത കുറവാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, നമ്മുടെ ഈ ഒരു സൈക്കിൾ വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇത് നമ്മുടെ ഫസ്റ്റ് സ്ട്രോക്ക് ആണല്ലോ. ഫസ്റ്റ് സ്ട്രോക്കിൽ നമ്മുടെ എയർ ഫ്യൂൽ മിക്സ്ചർ ആണ് ഓട്ടോ സൈക്കിളിൽ സക്ക് ചെയ്തെടുക്കുക. പക്ഷെ ഡീസൽ സൈക്കിളിൽ ഫസ്റ്റ് സ്ട്രോക്കിൽ ഓൺലി എയർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇത് നമുക്ക് ഡീസൽ സൈക്കിളാണ് സങ്കല്പിക്കാം. ഇവിടെ എയർ മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഫസ്റ്റ് സ്ട്രോക്ക് കഴിഞ്ഞിട്ട് ഈ ഒരു പിസ്റ്റൺ തിരിച്ച് കംപ്രഷന് പോകുന്ന ആ ഒരു ടൈം ഉണ്ട്. ഫസ്റ്റ് സ്ട്രോക്ക് കഴിഞ്ഞ് നെഗറ്റീവ് പ്രഷർ ഉണ്ടാക്കി, അതായത് പിസ്റ്റൺ താഴോട്ട് വന്നു, എയർ എല്ലാം അതിനുള്ളിലേക്ക് ആക്കി. അതിനുശേഷം വീണ്ടും കംപ്രഷന് വേണ്ടി സഞ്ചരിക്കുന്ന ആ പിസ്റ്റൺ വീണ്ടും മുകളിലേക്ക് പോകുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റ് തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ആ മൂവ്മെന്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ടം ഡെഡ് സെന്റർ എന്ന് വിചാരിക്കുക. ബോട്ടം ഡെഡ് സെന്റർ, ദെൻ ഇതാണ് നമ്മുടെ ടോപ്പ് ഡെഡ് സെന്റർ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ബോട്ടം ഡെഡ് സെന്ററിന്ന് എഗെയിൻ നമ്മുടെ ടോപ്പ് ഡെഡ് സെന്ററിലേക്ക് പോകുന്ന ആ വഴി തന്നെ എന്ത് ചെയ്യുന്നു നമ്മൾ, അതായത് ആക്ച്വലി ആ ഒരു കംപ്രഷൻ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളിവിടെ
ഡീസല് സ്പ്രേ ചെയ്ത് തുടങ്ങും. അതായത് ഒരിക്കലും അത് കോൺസ്റ്റന്റ് വോളിയം ആയിട്ട് നിന്ന സമയത്തല്ല നമ്മൾ ഡീസൽ സ്പ്രേ ചെയ്യുന്നത്. കോൺസ്റ്റന്റ് വോളിയം ആവാൻ തുടങ്ങുന്നേക്കാൾ മുന്നേ, അല്ലെങ്കിൽ ആ ബി ഡി സിന്ന് സക്ഷൻ കഴിഞ്ഞതിന് ശേഷം ബി ഡി സിന്ന് ടി ഡി സിയിലേക്ക് എത്തുന്ന ആ ഒരു പാത്തിൽ മുഴുവൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡീസൽ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പിസ്റ്റൺ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ഫ്യൂൽ ഇവിടെ സ്പ്രേ ചെയ്യുന്നു. ഇവിടെ ഈ ഒരു പൊസിഷനിൽ എത്തിഞ്ഞാൽ കുറച്ചുകൂടി എമൗണ്ട് സ്പ്രേ ചെയ്യുന്നു. ഈ ഒരു പൊസിഷനിൽ എത്തിഞ്ഞാൽ വീണ്ടും സ്പ്രേ ചെയ്യുന്നു. ഈ ഒരു പൊസിഷനിൽ വീണ്ടും സ്പ്രേ ചെയ്യുന്നു. അങ്ങനെ എല്ലാ വോളിയത്തിലും ഓരോ വോളിയം സ്റ്റേജുകളിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്പ്രേയിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ വ്യത്യാസം എന്താ വെച്ചാൽ, ഇവിടെ ഒരിക്കലും നമ്മൾ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലല്ല നമ്മളെ ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ഹീറ്റ് മീൻസ് നമ്മുടെ എനർജി ആഡ് ചെയ്യുന്നത്. പകരം അതിനെ കോൺസ്റ്റന്റ് പ്രഷറിലാണ് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ഫസ്റ്റ് ബി ഡി സിയിലെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ വോളിയം ആയിരിക്കും. വോളിയം ലാർജ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി നമ്മുടെ ഫ്യൂവലിന്റെ എമൗണ്ട്. വോളിയം ലാർജ് ആയതുകൊണ്ട് തന്നെ പ്രഷർ കുറവായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറവും. ഈ ടോപ്പ് ഡെഡ് സെന്ററിൽ എന്ന് പറയുമ്പോൾ എത്തുമ്പോഴേക്കും പ്രഷർ കൂടുകയും ചെയ്യും. കാരണം അവിടേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് കംപ്രഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുള്ളൂ. അപ്പൊ ഈ പ്രഷർ കുറവെന്ന് പ്രഷർ കൂടുതലുള്ള ഒരു രണ്ട് സ്റ്റേജിലേക്കുള്ള, അതായത് ബി ഡി സിയിൽ പ്രഷർ കുറവും ടി ഡി സിയിൽ പ്രഷർ കൂടുതലാവും സംഭവിക്കുക. കാരണം ടി ഡി സിയിലേക്ക് എത്തുമ്പോഴേക്കും അത് മാക്സിമം കംപ്രഷനിലേക്ക് എത്തും. അപ്പൊ രണ്ടിലും രണ്ട് പ്രഷർ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഈ ഫ്യൂവല് നമ്മൾ ബാലൻസ് ചെയ്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ. ഓക്കെ, ബി ഡി സി തൊട്ട് ടി ഡി സി വരെ എത്തുന്ന ആ ഒരു പാത്തില് നമ്മൾ ഫ്യൂവല് ഒരു ബാലൻസിങ് രീതിയിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ബാലൻസിങ് ആയിട്ട് ആഡ് ചെയ്തിട്ട് ബി ഡി സിയിലുള്ള പ്രഷറും ടി ഡി സിയിലുള്ള പ്രഷറും ഒരേപോലെ ആക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? നമ്മുടെ ഡീസല് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എമൗണ്ട്, ഡീസലിന്റെ വോളിയം നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് ആവശ്യത്തിന് സ്പ്രേ ചെയ്തിട്ട് ആ ഒരു പ്രഷർ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു 2 to 3 പ്രോസസ്സിൽ നോക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡൗട്ടുള്ളവരുണ്ടോ? ബി ഡി സിന്ന് ടി ഡി സിയിലേക്ക് പോയിട്ട് ടി ഡി സിയിൽ എത്തിയാലാണ് അത് മിനിമം വോളിയമായിട്ട് നിൽക്കുള്ളൂ. അപ്പൊ ഓട്ടോ സൈക്കിളിന്റെ കേസിൽ ടി ഡി സിയിൽ എത്തിയ ക്ലിയറൻസ് വോളിയത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പാർക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നു. പക്ഷെ ഇവിടെ ബി ഡി സിന്ന് ടി ഡി സിയിലേക്ക് പോകുന്ന ആ ഒരു പാത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്യൂൽ സ്പ്രേ ചെയ്ത് ആ ഒരു ഡിസ്റ്റൻസിന്റെ ഇടയിലുള്ള എല്ലാ പ്രഷറുകളും സെയിം ആക്കി അതൊരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഡീസൽ സൈക്കിൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു 2 to 3 എന്ന് പറഞ്ഞ ആ ഒരു ലൈനിൽ നമ്മുടെ അവിടെ കോൺസ്റ്റന്റ് പ്രഷർ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെ. ഇത് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P2 = P3 ആണ്. അപ്പൊ ഈ പ്രഷർ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്, കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അത് ഡീസൽ സ്പ്രേ ചെയ്തിട്ട് ആ വോളിയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ വോളിയം ടു പ്രഷർ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രോസസ് അങ്ങനെ കോൺസ്റ്റന്റ് പ്രഷർ ആയിട്ട് മാറ്റുന്നത്. ക്ലിയർ ആയോ? മനസ്സിലാവാത്തവരുടെ ചോദിക്കട്ടാ. ദെൻ 3 to 4 എന്ന് പറഞ്ഞ സ്റ്റേജ് നമുക്കറിയാം അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. 3 to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. നമുക്കറിയാം നമ്മളിവിടെ ഈ പറഞ്ഞ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും, തേർഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ എന്തുണ്ടാവും? ഡെഫിനറ്റ്ലി അവിടെ കമ്പഷൻ നടക്കും. കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും? പെട്ടെന്ന് അതിന്റെ എനർജി മൊത്തം റിലീസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ അതിന്റെ ഉള്ളിലുള്ള ആ ഒരു എമൗണ്ട് ഓഫ് എയർ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതോടെ നമുക്ക് എന്ത് ചെയ്യും? നമുക്കൊരു വർക്ക് ഔട്ട്പുട്ട് നമുക്ക് അവിടെ കിട്ടും. ആ വർക്ക് ഔട്ട്പുട്ടാണ് നമ്മൾ പിന്നീട് നമ്മുടെ വീല് റൺ ചെയ്യിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ അതിന് മുന്നേ നമ്മൾ വർക്ക് ആഡ് ചെയ്തത് ഏത് സ്റ്റേജിലായിരുന്നു? 1 to 2 നമ്മൾ വർക്ക് ആഡ് ചെയ്തത്. ആ വർക്കിനെ ഇൻപുട്ട് എന്ന് പറയാം, മറ്റേത് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 3 to 4 സ്റ്റേജിലാണ്. അതുകൊണ്ടാണ് അതിന് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത്. അവിടെ ഹീറ്റ് ട്രാൻസ്ഫറും മാസ് ട്രാൻസ്ഫറും ഇല്ലെങ്കിലും വർക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും ഇൻ ദ ഫോം ഓഫ് എനർജി ട്രാൻസ്ഫർ ഉണ്ടാവും ഇൻ ദ ഫോം ഓഫ് വർക്കിൽ. അഡിയാബാറ്റിക് എക്സ്പാൻഷൻ സ്റ്റേജിലാണ് വർക്ക് കിട്ടുക. ഓക്കെ, ദെൻ 4 to 1 നമ്മൾ സാധാരണ പറയാറുള്ള മാതിരി എക്സോസ്റ്റ് ഗ്യാസ് പോയതിനു ശേഷം വീണ്ടും പഴയ ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണ് 4 to 1 ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു 4 to 1 എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സും, V = C എന്നാണ് എഴുതേണ്ടത്. ഈ 1 to 4 എന്ന് പറയുന്നത് ശരിക്കും V = C ആയിട്ട് നിൽക്കുന്നതും 2 to 3 എന്ന് പറയുന്നത് P = C ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോസസ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒന്നുകൂടി സ്പീഡിൽ പറയാം. 1 to 2 പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? അഡിയാബാറ്റിക് കംപ്രഷൻ ആണ്. നമ്മൾ വർക്ക് ആഡ് ചെയ്തതിനു ശേഷം നമ്മുടെ പിസ്റ്റൺ, നമ്മൾ ഇപ്പൊ കിക്കർ അടിക്കുക അല്ലെങ്കിൽ സെൽഫ് മോട്ടോർ ഉപയോഗിച്ച് ആദ്യത്തെ സ്ട്രോക്കില്, ഫസ്റ്റ് സ്ട്രോക്കിൽ നമുക്ക് എന്തുണ്ടാവും? എയർ സക്ക് ചെയ്ത് നിന്നുണ്ടാവും കേട്ടോ. ഇവിടെ എയർ നമ്മുടെ സിലിണ്ടറിനകത്ത് ഫുള്ള് സക്ക് ചെയ്ത് നിന്നുണ്ടാവും. ആ എയർ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 to 2 പ്രോസസ്സ് വഴി നമ്മൾ വർക്ക് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അഡിയാബാറ്റിക് കംപ്രഷൻ വഴി അതിനെ കംപ്രസ് ചെയ്തിട്ട് 2 എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് എത്തിക്കുന്നു. 2 എന്ന് പറഞ്ഞ സ്റ്റേജ് തൊട്ട് 3 എന്ന് പറഞ്ഞ സ്റ്റേജ് വരെ കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്യൂവൽ സ്പ്രേ ചെയ്തുകൊണ്ട് അതായത് നമ്മുടെ ഡീസൽ കൊടുത്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യിക്കുന്നു. അതെങ്ങനെ എന്താണ് ഇത്രയധികം സ്പ്രേ ചെയ്യാന്നുള്ളതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്പ്രേ ചെയ്ത് വരുമ്പോഴാണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇത് ബേൺ ആവുള്ളൂ. അല്ലാണ്ട് നമ്മൾ കോൺസ്റ്റന്റ് വോളിയാക്കി നിർത്തിയിട്ട് ഒറ്റയടിക്ക് ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് കത്തില്ല, കത്താനുള്ള സാധ്യത കുറവാണ്. നല്ല ഹീറ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്, ഹീറ്റ് ആയിട്ടിരിക്കുന്ന എഞ്ചിനാണെങ്കിൽ ഈസി ആയിട്ട് കത്തും. പക്ഷെ ഭയങ്കര ഒരു എന്താ പറയാ കോൾഡ് കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു എഞ്ചിൻ ആണെങ്കിൽ അതിന്റെ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ മാതിരി പെട്ടെന്ന് കത്താൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കംപ്രഷൻ തുടങ്ങുന്ന സ്റ്റേജിലാണ് നമ്മൾ ആക്ച്വലി സ്പ്രേ ചെയ്യും. അപ്പൊ ഇവിടത്തെ കേസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ കോൺസ്റ്റന്റ് പ്രഷറാണ് 2 to 3 എന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മുടെ കംപ്രഷൻ നടക്കാൻ പറഞ്ഞത്. ശരിക്കും ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജ് നമ്മുടെ കംപ്രഷന്റെ ഈ ഒരു സ്റ്റേജ് തൊട്ടിട്ടുണ്ട്, അതിന് ഒരു പകുതി തൊട്ടിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫ്യൂൽ ഇവിടെ ശരിക്കും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു ജസ്റ്റ് ഒരു പിക്ചർ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. അതായത് കംപ്രഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ ഈ ഒരു സ്റ്റേജ് തൊട്ടിട്ടുണ്ടെ നമ്മൾ വിചാരിക്കുക ഇവിടെ തൊട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്യൂവല് സ്പ്രേയിങ് തുടങ്ങിയിട്ടുണ്ട്. കണ്ടാ ഈ ഒരു സ്റ്റേജ് 1 to 2 ഇടയിൽ തന്നെ നമ്മൾ ഫ്യൂവൽ സ്പ്രേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോഴേക്കുന്നുണ്ടായി അതൊരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആയി. ആ ഒരു സ്ഥലത്താണ് ഇതിന്റെ ആക്ച്വൽ കംബഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ ഈ ഒരു ഫ്യൂവല് മൊത്തമായിട്ട് ബേണിങ് തുടങ്ങി. ദെൻ അവിടുന്ന് ആ 3 to 4 അതിന്റെ പ്രഷർ റിലീസ് ചെയ്ത് പോവാണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മാതിരി കറക്റ്റ് 2 to 3 ഇടയിൽ നമ്മൾ ഒരു സ്പാർക്ക് കൊടുക്കുന്ന സിറ്റുവേഷൻ അല്ല. അത് ഇത് ആക്ച്വൽ കേസിലിട്ടാ. പക്ഷെ നമ്മൾ ഈ ആക്ച്വൽ കേസ് ഒന്നും എപ്പോഴും പറയാറില്ല. നമ്മൾ പറയണത് ഊഹിച്ചിട്ട് 2 to 3 ഇടയിലാണ് ഹീറ്റ് ആഡ് ചെയ്തത്, ഫ്യൂവൽ ആഡ് ചെയ്തതെന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളൂ. പക്ഷെ ആക്ച്വലി കംപ്രഷന്റെ ഒരു സ്റ്റേജ് തൊട്ടിട്ട് നമ്മൾ ഫ്യൂവൽ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഡീസൽ സൈക്കിളിന്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. 4 പ്രോസസ് ആണുള്ളത്. ഫൈനലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ, 4 പ്രോസസ് ഉണ്ട്. അതിൽ 1 to 2 അഡയബാറ്റിക് കംപ്രഷൻ ആണ്, 2 to 3 കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ പ്രോസസ് ആണ്, 3 to 4 അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ്, നമുക്ക് വർക്ക് കിട്ടുന്ന സ്റ്റേജ് ആണ്. 4 to 1 നമ്മുടെ അഗെയിൻ നമ്മുടെ പഴയ സ്റ്റേജിലേക്ക് എത്തുന്ന ആ ഒരു റിട്ടേണിംഗ് സ്റ്റേറ്റ് ആണ് 4 to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അതിന്റെ TS ഡയഗ്രം നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ 1 to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐസെൻട്രോപിക് പ്രോസസ് ആയിട്ടാണ് പറയുന്നത്. 1 to 2 കംപ്രഷനിൽ ഒരിക്കലും ഐസെൻട്രോപിക് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. തിയറട്ടിക്കലി പറയുമ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ദെൻ 2 to 3 അഗെയിൻ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നമ്മൾ ഈ ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിന്റെ ടെമ്പറേച്ചർ എന്തായാലും കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ 2 to 3 TS ഡയഗ്രത്തിൽ നോക്കുമ്പോൾ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കേസ് നോക്കുമ്പോൾ മാക്സിമം പ്രഷറുകളായിട്ടുള്ള 2 പ്രഷറുകളാണുള്ളത്. ഒന്ന് P3 ഒന്ന് P1. മിനിമം പ്രഷർ ആയിട്ട് ഒരു പോയിന്റ് ഉള്ളൂ P1. ഓക്കെ, ഇവിടെ 2 കോമൺ ആയിട്ട് ഈക്വൽ ആയിട്ടുള്ള 2 പ്രഷറുകൾ എന്ന് പറഞ്ഞാൽ P2 P3 ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി ഇവിടെ മാക്സിമം ടെമ്പറേച്ചർ ആയിട്ട് നിൽക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ T3 ആണ്. മിനിമം ടെമ്പറേച്ചർ ആയിട്ട് നിൽക്കുന്നത് T1 ആണ്. ക്ലിയർ? നമ്മുടെ ഏറെക്കുറെ നമ്മുടെ ഓട്ടോ സൈക്കിളിനോട് സിമിലർ ആണ് ഇവിടുത്തെ TS ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓട്ടോ സൈക്കിളിന്റെ TS ഡയഗ്രം നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ട അതിന്റെ ഷേപ്പ് ഒക്കെ ഏകദേശം സെയിം ആണ്. പക്ഷെ നമ്മളവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ V = C എന്നുള്ളിടത്താണെങ്കിൽ അവിടെ പ്രഷർ = C എന്നുള്ള വ്യത്യാസം മാത്രമേ അവിടെ ഉള്ളൂ. കാരണം അവിടുത്തെ പ്രഷർ എന്ന് അത് ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ P = C എന്നാണ് അവിടുത്തെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അഗൈൻ 3 to 4 എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറയുന്നുണ്ട്. ടെമ്പറേച്ചർ ലെവൽ കുറയുന്നുണ്ട്. ഐസെൻട്രോപിക് പ്രോസസ് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും ഐസെൻട്രോപിക് പ്രോസസ് ആണെന്നാണ് നമ്മൾ ഊഹിക്കുന്നത്. അതുപോലെ 4 to 1 അഗൈൻ റിട്ടേൺ ടു ഓൾഡ് ടെമ്പറേച്ചർ, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ 2 സൈക്കിൾ, പ്രഷർ വേഴ്സസ് വോളിയം സൈക്കിൾ ആയിട്ട് പറയാനുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇനി പഠി ഇത്രയും ഞങ്ങൾ പറഞ്ഞാൽ എന്തായാലും ഡൗട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? മുന്നോട്ട് പോട്ടെ. കുഴപ്പമില്ല. മൃദുൽ എങ്ങനെയുണ്ട്? മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 4 സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ എനർജി അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസിയുടെ സ്റ്റേജിലേക്ക് പോവാണ്. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്കുള്ള 2 ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഓട്ടോ സൈക്കിൾ പറഞ്ഞ പോലെ തന്നെയാണ് 2 ഇക്വേഷൻ ഉള്ളത്. അതിൽ നമ്മൾ പറഞ്ഞത് MCV ΔT എന്നായിരുന്നു അതിന്റെ ഇക്വേഷൻ. ΔT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T3 - T2. പിന്നെ അതുപോലെ മറ്റതും MCV ΔT തന്നെയായിരുന്നു. 2ആയിരുന്നു നമ്മുടെ ഇത്. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അതെന്താ വെച്ചാല് ഒരെണ്ണം പ്രഷർ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ V അല്ല റെപ്രസെന്റ് ചെയ്തേക്കണം, പകരം നമുക്ക് ഇവിടെ P ആണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ആ ഒരു വ്യത്യാസമാണ് ഈ രണ്ടും നമ്മുടെ ഓട്ടോ സൈക്കിളിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഹീറ്റിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് വ്യത്യാസമായിട്ട് തോന്നുന്നത്. ഇവിടെ CP ആണ്. ഓക്കെ, അവിടെ രണ്ടും CV ആയിരുന്നു, ഇവിടെ ഒന്ന് CP ആണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ CP അല്ലെങ്കിൽ CV ടേമുകൾ കട്ട് ചെയ്ത് പോകില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നമുക്ക് നോക്കാം. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഹീറ്റ് സപ്ലൈഡ് ഇൻ ടു ദ സിസ്റ്റം, അതൊന്ന് എഴുതി വെക്കുക. MCP ഇൻറ്റു T3 - T2 നോട്ട് ചെയ്ത് വെച്ചോ. ദെൻ അതുപോലെ തന്നെ ഹീറ്റ് റിജക്റ്റഡ് ഡ്യൂറിങ് ദ അല്ലെങ്കിൽ ഫ്രം ദ സിസ്റ്റം,
ഡ്യൂറിംഗ് ദ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് അതിന്റെ ഇക്വേഷൻ ഉണ്ട് mcv T4 മൈനസ് T1. രണ്ട് ഇക്വേഷൻ നോട്ട് ചെയ്താൽ പറയും, അടുത്തേക്ക് പോവാം. T3 T2 എന്നൊക്കെ പറയുന്നത് ഓരോ സ്റ്റേറ്റുകളുടെ ടെമ്പറേച്ചർ ആണ്, അതിനൊന്നും വേറെ കാര്യങ്ങളൊന്നുമില്ല. M എന്ന് പറഞ്ഞ മാസാണ്, CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്, CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. ഇപ്പൊ നമ്മുടെ മുകളിൽ കാണിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട്. ആ പാരഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സുകൾ തന്നെ ഉള്ളൂ. പക്ഷെ അവിടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിവിടെ ഹീറ്റ് ആഡ് ചെയ്തു എന്ന് പറയുന്നതിന് പകരം അവിടെ ഒരു ഹോട്ട് ബോഡി കൊണ്ടുവന്ന് വെച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ ഹീറ്റ് റിമൂവ് ചെയ്യാന്ന് പറയുന്ന സ്ഥലത്ത് 4 to 1 എന്ന സ്റ്റേജിൽ ഒരു കോൾഡ് ബോഡി കൊണ്ടുവന്ന് വെച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഞാൻ റിയൽ കേസുമായിട്ടാണ് പറയണത്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഞാൻ അടുത്തതിലേക്ക് പോവാണ്. നമ്മുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സാധാരണ ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അവർ. അപ്പൊ അത് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്നായി. രണ്ട് കോമൺ ടൈമിലോട് കട്ട് ചെയ്ത് പോയി, എത്ര ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ നേരത്തെ ഓട്ടോ സൈക്കിൾ ഉപയോഗിച്ച എഫിഷ്യൻസി ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ നേരത്തെ പറഞ്ഞിരുന്ന രണ്ട് സാധനമാണ്. ഹീറ്റ് റിജക്റ്റഡിന്റെ ഇക്വേഷൻ നമ്മൾ അവിടെ ആഡ് ചെയ്തു, ഹീറ്റ് സപ്ലൈഡിന്റെ ഇക്വേഷൻ അവിടെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള രണ്ട് ടേമുകളാണ് മാസ് നമുക്ക് കട്ട് ചെയ്യാം. പക്ഷെ നേരത്തെ ഓട്ടോ സൈക്കിളിന്റെ കേസിൽ CV തന്നെയായിരുന്നു. ഇവിടെ CV CP ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് CV CP സെപ്പറേറ്റ് എഴുതി വെക്കാം. ഇനി CV CPയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമ എന്ന് പറഞ്ഞ ടൈം നമ്മളവിടെ പറഞ്ഞിരുന്നു. ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CP/CV ആണ് ഗാമ പറഞ്ഞിരുന്നത് അല്ലെ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അഡിയാബാറ്റിക് ഇൻഡെക്സ് ആണ് ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഡിയാബാറ്റിക് ഇൻഡെക്സ് ഗാമ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ 1.4 ആണ് അതിന്റെ വാല്യൂ എയറിന് എടുക്കാറ്. അപ്പൊ ഇവിടെ നമുക്ക് CP/CV എന്നുള്ള ടൈം ഒന്ന് തലതിരിഞ്ഞെടുക്കുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ, CV/CP എന്നുള്ള ടൈമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഗാമ = CP/CV ആണെങ്കിൽ CV/CP എന്ന് പറയുന്നത് നമുക്ക് 1/ഗാമ എന്ന് എഴുതാലോ. അപ്പൊ അതുപോലെ എഴുതിയ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ റീപ്ലേസ് ചെയ്യുന്നു. സോ ഈ ഒരു ടൈമിനെ, ഈ CV/CP എന്നുള്ള ടൈമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 1/ഗാമയായിട്ട് നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ടൈം ഇത്രയും ഇക്വേഷൻ ആയിട്ട് നമ്മൾ അവിടെ നിർത്തി. കാരണം ഇനി കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊടുക്കാനുണ്ട്. ടെമ്പറേച്ചറുകളുടെ യാതൊരു അഡ്രസ്സും നമ്മുടെ കയ്യിൽ ഇല്ല. ഇപ്പോ എപ്പോഴും നമുക്ക് ടെമ്പറേച്ചറുകൾ മാത്രം കിട്ടിയെന്ന് വരില്ല. കാരണം നമുക്കറിയാം ഓട്ടോ സൈക്കിളിന്റെ തന്നെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ 6 എന്ന് പറയുന്ന ഒരു ഒറ്റ ടൈം വെച്ചിട്ടാണ് നമ്മളവിടെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് കംപ്രഷൻ റേഷ്യോ. അപ്പൊ ഇവിടെ ടെമ്പറേച്ചറുകൾ ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ ഏത് രീതിയിലാണ് നമ്മുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ടെമ്പറേച്ചർ വേഴ്സസ് വോളിയം റിലേഷൻസ് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ ഇത്ര എഴുതി വെക്കുക, എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട് ഇത്ര എഴുതി വെക്കുക, 1 - 1/ഗാമ ഇൻറ്റു T4 - T1 ഡിവൈഡഡ് ബൈ T3 - T2. ഇത്ര എഴുതി വെക്കാം. ഇത്ര എഴുതി വെച്ചോ. എഴുതി സർ. സ്ക്രീൻ കാണുന്നില്ലേ ഇവിടെ? സ്ക്രീൻ പ്രസന്റ് ചെയ്യണ കട്ടായി പോയിട്ടൊന്നുമില്ലോ, കാണുന്നില്ലേ? കാണുന്നുണ്ട് സർ. ഓക്കെ ശരി. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടി പറഞ്ഞോട്ടെ, ഇവിടെ എന്റെ ഫോണിൽ കാണുന്നില്ല, അതാ ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അടുത്ത് നമ്മൾ കുറച്ച് വോളിയം റേഷ്യോസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള മാതിരി എന്തൊക്കെയാണ് കംപ്രഷൻ റേഷ്യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റേഷ്യോസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വോളിയം വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ആദ്യം നമ്മൾ ചെയ്ത് വെക്കുന്നു. അപ്പൊ നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ വേഴ്സസ് വോളിയം വരയ്ക്കുന്ന സമയത്ത്, വോളിയം ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഓട്ടോ സൈക്കിൾ വരച്ചതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു.
അപ്പൊ ഇങ്ങനെയായിരുന്നു ഏകദേശം നമ്മുടെ പിക്ചർ. 1, 2, 3, 4. ഇതിൽ 2 to 3 ഇടയിലായിരുന്നു നമ്മുടെ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. ഈ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സുകൾ തമ്മിലുള്ള വോളിയം റേഷ്യോന് ഒരു പ്രത്യേക പേരാണ് നമ്മൾ വിളിക്കുക. അതിന് കട്ട് ഓഫ് റേഷ്യോ എന്നാണ് വിളിക്കുക. കട്ട് ഓഫ് റേഷ്യോ. ഓക്കെ, അതായത് ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്യുന്ന ഏത് പോയിന്റ് ആണ്, ആ ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്യുന്ന ആ റേഷ്യോ ആണ് ഉദ്ദേശിക്കുന്നത്. ഇത്ര വോളിയം, ഈ രണ്ട് വോളിയം നമ്മൾ ഒരു പെർട്ടിക്കുലർ റേഷ്യോയിൽ എത്തി കഴിഞ്ഞാൽ നമ്മളവിടെ ഫ്യൂവൽ കട്ട് ചെയ്യാം. അതായത് ഒരു പെർട്ടിക്കുലർ പ്രഷറിൽ എത്തി കഴിഞ്ഞാൽ ഫ്യൂവൽ നമുക്ക് അവിടെ കട്ട് ഓഫ് ചെയ്യാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ V3 ആൻഡ് V2 തമ്മിലുള്ള റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കട്ട് ഓഫ് റേഷ്യോ. അപ്പൊ ആ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യുന്നു, റോ എന്നാണ് എഴുതുക. സോ എഴുതിക്കോ, V3/V2 റോ ആണ്. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കട്ട് ഓഫ് റേഷ്യോ എന്നാണ് അതിന് പറയാം. കട്ട് ഓഫ് റേഷ്യോ അത് എഴുതി വെച്ചാൽ നോട്ട് ചെയ്ത്. പുതിയൊരു സംഭവമാണ്, ഡീസൽ സൈക്കിളിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ് കട്ട് ഓഫ് റേഷ്യോ. എഴുതിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്കുള്ള മറ്റൊരു സംഭവമാണ് V4/V3. V4/V3 നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ സാധാരണ ചെയ്യാറുള്ള എക്സ്പാൻഷൻ റേഷ്യോ, നമ്മുടെ കംപ്രഷൻ റേഷ്യോന് പകരം ഉള്ള എക്സ്പാൻഷൻ റേഷ്യോ തന്നെയാണ്. അത് നമുക്ക് ഇവിടെ R1 എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. R1 എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ്. അതെന്തുകൊണ്ടാണ് ഈ R1 എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യണത്? സാധാരണ നമ്മള് ഓട്ടോ സൈക്കിളിലൊക്കെ 1 to 2 പ്രോസസ് ആയാലും 3 to 4 പ്രോസസ് ആയാലും R എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറ്, അല്ലെ? ഞാൻ ചോദിക്കുന്ന ആൾ ഉത്തരം പറയാം. സച്ചിൻ. സച്ചിൻ സച്ചിൻ ഓൺലൈൻ ഉണ്ടോ? ഇല്ല. രേഷ്മ രാജൻ ഓൺലൈനിലുണ്ടോ? യെസ് സർ. ഓക്കെ, നമ്മള് ഓട്ടോ സൈക്കിളില് 1 to 2 പ്രോസസ്സും 3 to 4 പ്രോസസ്സിലും ഒരേ വോളിയം റേഷ്യോ ആണ് നമ്മൾ പറഞ്ഞത്. സെയിം ആയിരുന്നു വോളിയം റേഷ്യോ, 6 ആയിരുന്നു അവിടെ. അതായത് കംപ്രഷൻ റേഷ്യോയും എക്സ്പാൻഷൻ റേഷ്യോയും 6 ആയിരുന്നു. ഇവിടെ കംപ്രഷൻ റേഷ്യോയും എക്സ്പാൻഷൻ റേഷ്യോയും സെയിം ആവൂ? സർ മനസ്സിലായില്ല, ഒന്നുകൂടി പറയോ? ഓക്കെ, ഒന്നിനും പറയാം. ഞാൻ ഓട്ടോ സൈക്കിൾ ഇവിടെ വരയ്ക്കാൻ സൈഡിൽ, അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഓട്ടോ സൈക്കിളില് 1 to 2 എന്ന് പറഞ്ഞ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ തമ്മിലുള്ള റേഷ്യോ, വോളിയം റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആയിരുന്നു. അതുപോലെ തന്നെ എക്സ്പാൻഷൻ റേഷ്യോയും 6 ആയിരുന്നു. പക്ഷെ ഡീസൽ സൈക്കിളില് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് 6 ആയിട്ടും എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് R1 ആയിട്ടാണ് എടുക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? മനസ്സിലായോ? പ്രഷറും വോളിയവും കോൺസ്റ്റന്റ് ആയ കാരണമാണ്. പ്രഷറും വോളിയം കോൺസ്റ്റന്റ് ആയ കാരണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. സർ മനസ്സിലായില്ല. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ചോദ്യം മനസ്സിലായില്ല എന്നാണോ, അതോ ആൻസർ അറിയില്ല എന്നാണോ? ആൻസർ അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മള് വളരെ ഈസിയാണ് അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മള് നമ്മുടെ ഓട്ടോ സൈക്കിൾ ഒന്ന് ചെക്ക് ചെയ്യാം. ഓട്ടോ സൈക്കിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ രണ്ട് പാത്തുകൾ നോക്കി നോക്കുക. അഡിയാബാറ്റിക് കംപ്രഷനും അഡിയാബാറ്റിക് എക്സ്പാൻഷനും ഒരേപോലെ അല്ലേ ഇരുന്നിരുന്നത്, അല്ലെ രേഷ്മ? 1 to 2 എന്ന് പറയുന്ന ആ ഒരു പാത്ത് പോയിരുന്ന അതേപോലെ തന്നെയാണ് 3 to 4 പോയിരുന്നത്, അല്ലെ? രണ്ടും ഒരേ വോളിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതായത് V2 V3 സെയിം ആയിരുന്നു. അതേപോലെ രണ്ടും ഒരേ വോളിയത്തിൽ അവസാനിക്കുന്നു. അത് V4ഉം V1ഉം സെയിം ആയിരുന്നു. അപ്പൊ ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടാ. അതുകൊണ്ടാണ് ആ രണ്ട് വോളിയങ്ങളും സെയിം ആണ്. അതുകൊണ്ടാണ് ഇതിൽ രണ്ടും 6 വരാൻ കാരണം. അപ്പൊ ഇതിന്റെ റേഷ്യോസ് എടുക്കുമ്പോൾ നമ്മൾ V1/V2 എടുത്താലും V4/V3 എടുത്താലും രണ്ടും നമുക്ക് സെയിം ആണ് മുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 6 ആണ് കിട്ടിയിരുന്നത്. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഡീസൽ സൈക്കിളിന്റെ കേസ് നോക്കുമ്പോൾ ഈ പറഞ്ഞ സംഭവം എല്ലാം നമുക്ക് വരിക. കാരണം അതിന്റെ പിക്ചർ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഡീസൽ സൈക്കിളിലുള്ള വോളിയങ്ങൾ രണ്ടും വോളിയം സെയിം അല്ല. കണ്ടാ, V1 എന്ന് പറയുന്ന വോളിയം സ്റ്റാർട്ട് ചെയ്തോടത്ത് V4 സ്റ്റാർട്ട് ചെയ്ത് സെയിം ആണ്. V1 ഉം V4ഉം സെയിം ആണ്. പക്ഷെ ഇവിടെ V3യും V2ഉം സെയിം അല്ല. സോറി, V2ഉം V3യും സെയിം പൊസിഷനിലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കംപ്രഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ റേഷ്യോസ് സെയിം അല്ല. മനസ്സിലായല്ലോ? ആ ഒരു വ്യത്യാസമാണ്
ഇവിടെ നമ്മൾ റേഷ്യോസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ കുറെ പഠിച്ച് അവസാനം കൺഫ്യൂഷൻ ആയിട്ട് എല്ലാം കൂടി ഒരേപോലെയാണെന്ന് വിചാരിക്കരുത്. ഇവിടെ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. അതായത് ഇവിടെ രണ്ട് V1/V2 എന്നുള്ള ആ ഒരു റേഷ്യോ അല്ല V4/V3 എന്ന് പറഞ്ഞാൽ കിട്ടുക. മനസ്സിലായല്ലോ? കാശ്മീർ ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി സർ. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് ഈ 3 റേഷ്യോസ് തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, 2 തൊട്ട് 3 വരെയുള്ള ആ ഒരു റേഷ്യോ വോളിയം റേഷ്യോ നമ്മൾ കട്ട് ഓഫ് റേഷ്യോ എന്നാണ് വിളിക്കുക. അതിനെ നമ്മൾ റോ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ 1 to 2 വരെയുള്ള ആ ഒരു ഇത് കംപ്രഷൻ റേഷ്യോ നമ്മൾ കംപ്രഷൻ റേഷ്യോ ആയിട്ട് തന്നെയാണ് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, R എന്നാണ് വിളിക്കുന്നത്. ദെൻ 3 to 4 വോളിയം റേഷ്യോസ് നമ്മൾ നോക്കുമ്പോൾ അത് കംപ്രഷൻ റേഷ്യോയുടെ സെയിം അല്ല. ആസ് ഇറ്റ് ഈസ് നമ്മുടെ ഓട്ടോ സൈക്കിൾ പോലെ സെയിം അല്ലായിരുന്നു, പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ R1 ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇത് മൂന്നും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു, 1, 2, 3. അപ്പൊ ഈ ഒരു ഡീസൽ സൈക്കിൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 റേഷ്യോസ് ആണുള്ളത്. ഈ 3 റേഷ്യോസ് തമ്മിലുള്ള റിലേഷൻ എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. നമ്മൾ ആദ്യം എന്താ ചെയ്താല് V4/V3 എന്ന് പറഞ്ഞുള്ള ഒരു ഇക്വേഷൻ എടുത്തു. V4/V3 എന്ന് പറയുമ്പോൾ ഏതാ, അത് എക്സ്പാൻഷൻ റേഷ്യോ ആണ്. സോ R1 is equal to V4/V3 എന്ന് ചുമ്മാ എഴുതി. ഇനി ഇതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു, മുകളിലും താഴെയായിട്ട് ഒരു V2 മൾട്ടിപ്ലൈ ചെയ്തു. കുഴപ്പമുണ്ടോ എന്തെങ്കിലും? ഇല്ലല്ലോ, V2 കട്ട് ചെയ്ത് പോയല്ലോ. ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന സാധനങ്ങളാണ്, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്നിട്ട് വീണ്ടും ചെറിയൊരു റീഅറേഞ്ച്മെന്റ് നടത്തി. അതായത് V2 പൊസിഷൻ ഒന്ന് മാറ്റി, ലൊക്കേഷൻ ഒന്ന് മാറ്റി. സോ V4/V2 ഇൻറ്റു V2/V3 എന്ന് എഴുതി. സോ ഇങ്ങനെ എഴുതിയപ്പോ എക്സാക്ട്ലി സംഭവം നമുക്ക് രണ്ട് ഇക്വേഷൻ ആയിട്ട് മാറി അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, R1 എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള V4/V2 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ എന്താണ്? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ക്ലാസ്സിലാണോ? ക്ലാസ് 12 മണിക്കോ? ഇവിടെ ഞാനൊരു സംസാരിച്ചാണ്, സോറി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ പറയണ V4/V2 ഇൻറ്റു V2/V3 എന്ന് പറഞ്ഞ രണ്ട് ടൈമുകളാണ് നമുക്ക് വന്നത്. ഇനി നമുക്കറിയാം V4 is equal to എന്താണ്, V4 is equal to V1 ആണ് അല്ലെ. നമ്മൾ ആ V4 നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് V1 ആക്കി. സോ V1 ഡിവൈഡ് ബൈ V2 ഇൻറ്റു V2 ഡിവൈഡ് ബൈ V3 എന്നാക്കി അല്ലെ. ഇപ്പൊ എന്തായി, V1/V2 എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കംപ്രഷൻ റേഷ്യോ ആയി. ഇൻറ്റു V2/V3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V3/V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ റോ ആണ്. സോ V2/V3 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/ρ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അതും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം, 1/ρ. അങ്ങനെ നമ്മുടെ ഒരു റിലേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ 3 വോളിയം റേഷ്യോസ് തമ്മിലുള്ള റിലേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. R1 is equal to R ഡിവൈഡഡ് ബൈ റോ. അതും നോട്ട് ചെയ്ത് വെച്ചോളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടി വരുന്ന ഒരു സാധനമാണ് R1 is equal to R/ρ എന്ന് പറഞ്ഞ ഒരു ടൈം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ വോളിയം റേഷ്യോസ് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? നമ്മൾ റിലേഷൻ കൊണ്ടുവന്നാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുള്ളവർ അപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ടെമ്പറേച്ചർ റേഷ്യോസ് ആണ്. അത് എന്തായാലും ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാനുള്ള സമയം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് 12 മണിക്ക് ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് അതിന് എന്തായാലും ചെയ്യാനുള്ള സമയം ഉണ്ടാവും തോന്നുന്നില്ല. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എല്ലാവരും അറ്റൻഡൻസ് പറഞ്ഞിട്ട് പൊക്കോളൂ. ചാറ്റിൽ അറ്റൻഡൻസ് പറഞ്ഞു പൊക്കോളൂ. നാളെ ഡീസൽ സൈക്കിളിന്റെ ടെമ്പറേച്ചർ റിലേഷൻസും അതുപോലെ നമ്മുടെ പ്രോബ്ലംസും നമുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ സീരീസ് ടെസ്റ്റ് 19-ാം തീയതിയാണ് വരുന്നതെന്നാണ് അറിഞ്ഞത്. അപ്പൊ അതിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കണം. നമ്മൾ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും എക്സാമിന് ചോദിക്കുള്ളൂ. അതിൽ ചിലപ്പോൾ വാല്യൂസ് ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാണ് വരാം. പിന്നെ അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. അതൊന്നും ചിലപ്പോൾ ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ.